പരിശീലകർക്കും പഠിതാക്കൾക്കും ഹലോ. ഇന്ന് ഞങ്ങൾ എഴുതപ്പെട്ട പ്രബോധന സാമഗ്രികളുടെ ആകർഷകമായ ലോകത്തേക്ക് പര്യവേക്ഷണം ചെയ്യുകയാണ്. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും പഠന പദ്ധതി വിശദീകരിക്കുക, വിവര ഷീറ്റും അതിന്റെ സവിശേഷതകളും ഘടനകളും വിശദീകരിക്കുക, വിവര ഷീറ്റിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, അസൈൻമെന്റ് ഷീറ്റ് വിശദീകരിക്കുക, പ്രദർശന പദ്ധതി വിശദീകരിക്കുക, ഓപ്പറേഷൻ ഷീറ്റ് വിശദീകരിക്കുകയും അതിന്റെ ഘടകങ്ങൾ പറയുകയും ചെയ്യുക, ജോബ് ഷീറ്റ് വിശദീകരിക്കുകയും ജോബ് ഷീറ്റിന്റെ ഘടകങ്ങൾ പറയുകയും ചെയ്യുക. ഒരു കോഴ്സിനുള്ളിൽ ഒരൊറ്റ ഇൻസ്ട്രക്ഷണൽ സെക്ഷനോ സെഷനുകളുടെ ഒരു പരമ്പരയോ രൂപപ്പെടുത്തുന്നതിലും സംഘടിപ്പിക്കുന്നതിനും അധ്യാപകർ ഉപയോഗിക്കുന്ന വിശദമായ രൂപരേഖയോ ഗൈഡോ ആണ് ലെസൺ പ്ലാൻ. ഒരു പ്രത്യേക ക്ലാസ് അല്ലെങ്കിൽ അധ്യാപന കാലയളവിലെ പഠന ലക്ഷ്യങ്ങൾ, പ്രവർത്തനങ്ങൾ, മെറ്റീരിയലുകൾ, മൂല്യനിർണ്ണയങ്ങൾ എന്നിവയുടെ രൂപരേഖ നൽകുന്ന ഒരു റോഡ് മാപ്പാണിത്. പഠന ലക്ഷ്യങ്ങൾ നിറവേറ്റപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാൻ അധ്യാപകർക്ക് ഘടനയും ഓർഗനൈസേഷനും വ്യക്തമായ ചട്ടക്കൂടും നൽകുന്നതിനാൽ ഫലപ്രദമായ അധ്യാപനത്തിന് പാഠ്യപദ്ധതികൾ നിർണായകമാണ്. ക്ലാസ് റൂമിലെ വൈവിധ്യമാർന്ന പഠനശൈലികളും ആവശ്യങ്ങളും നിറവേറ്റുന്ന സമയത്ത് അവർ അധ്യാപകരെ തയ്യാറാക്കാനും പൊരുത്തപ്പെടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അനുവദിക്കുന്നു. വിദ്യാർത്ഥി പ്രതികരണങ്ങൾ, ധാരണകൾ അല്ലെങ്കിൽ അധ്യാപന പ്രക്രിയയിലുണ്ടാകുന്ന അപ്രതീക്ഷിത സാഹചര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി പാഠപദ്ധതികൾ പരിഷ്കരിക്കാവുന്നതാണ്. ഇൻഫർമേഷൻ ഷീറ്റ് തയ്യാറാക്കിയ മെറ്റീരിയലുകൾ പഠിതാക്കളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ്. ഒരു വിവര വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു. പഠനത്തിനായുള്ള അനുബന്ധ വിവരങ്ങളെയും നടപടിക്രമങ്ങളെയും കുറിച്ച് നല്ല ധാരണയും അറിവും ഇത് സഹായിക്കുന്നു. ഒരു വിവര ഷീറ്റിന് 6 വ്യത്യസ്ത ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് യൂണിറ്റ് നമ്പർ, യൂണിറ്റ് പഠനസംഖ്യയുടെ തലക്കെട്ട്, ബാഹ്യ വിവരങ്ങളും മെറ്റീരിയലിലേക്കുള്ള റെഫറൻസും. ഇൻഫർമേഷൻ ഷീറ്റിന്റെ പ്രയോജനങ്ങൾ. ഇത് നന്നായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതൊരു പോയിന്റാണ്. ഇത് പാഠത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നിർബന്ധമായും അറിയണം എന്ന പഠിപ്പിക്കലിന്റെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അറിയണം, ശരിക്കും അറിയുകയും വേണം. പഠിതാക്കളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് ഇത് പ്രസക്തമാണ്. ഭാവി റെഫറൻസായി ഇത് ഉപയോഗപ്രദമാകും. സൈദ്ധാന്തിക സെഷനുകൾ നടത്തുന്നതിന് ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഒരു ഇൻഫർമേഷൻ ഷീറ്റിന്റെ ദോഷങ്ങൾ. ശരിയായി തയ്യാറാക്കിയില്ലെങ്കിൽ അത് നെഗറ്റീവ് ഘടകത്തിലേക്ക് നയിക്കുന്നു. ട്രെയിനികൾക്ക് സ്പൂൺ ഫീഡ് ചെയ്യേണ്ടി വരുന്നു. ഇത് മിക്കവാറും സൈദ്ധാന്തിക സെഷനുകൾക്ക് മാത്രം അനുയോജ്യമാണ്. അസൈൻമെന്റ് ഷീറ്റ് ഇത് വർക്ക്ഷീറ്റ് പോലെയാണ്. ഇതിൽ ഇൻസ്ട്രക്ടർ പഠിതാവിന് ഫലപ്രദമായ പഠനോപകരണങ്ങൾ നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഈ ഷീറ്റ് പിന്തുടരുന്നു. പ്രോബ്ലം സോൾവിംഗ്, പ്രശ്നപരിഹാരം. ഇൻഫർമേഷൻ ഷീറ്റിൽ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു. പ്രകടനത്തിന്റെയോ പരീക്ഷണങ്ങളുടെയോ നിരീക്ഷണത്തിനു ശേഷമുള്ള പഠനത്തിൽ നിന്നാണ് എഴുതുന്നത്. ഈ ഷീറ്റുകൾ ക്ലാസ് റൂം അധ്യാപനത്തിലോ ഷോപ്പ് ഫ്ലോർ ഡെമോൺസ്ട്രേഷനിലോ ഉപയോഗിക്കാം. ക്ലാസ് മുറിയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഏകീകരിക്കാൻ പഠിതാവിന് മതിയായ പഠനാനുഭവങ്ങൾ ഇത് നൽകുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പരയിലൂടെ പഠിതാവ് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു. അസൈൻമെന്റ് ഷീറ്റ് തിയറി അല്ലെങ്കിൽ പ്രായോഗിക പാഠത്തിനു ശേഷമുള്ള ഫോളോ അപ്പ് റിസൾട്ടാണ്. അസൈൻമെന്റ് ഷീറ്റ് സയൻസ് പഠിപ്പിക്കുന്നതിനും കണക്കുകൂട്ടലുകൾ, ഡ്രാഫ്റ്റിംഗ് മുതലായവയ്ക്കും പ്രത്യേകിച്ചു സഹായകരമാണ്. എല്ലാ ഷോപ്പ് പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ഈ ഷീറ്റ് ഉപയോഗിച്ച് സുഗമമാക്കാവുന്നതാണ്. സാധാരണയായി ഒരു അസൈൻമെന്റ് ഷീറ്റിൽ പ്രസ്താവനയും തത്വത്തിന്റെ വിശദീകരണവും അപേക്ഷാ രൂപത്തിൽ ഉദാഹരണങ്ങൾ സഹിതം പഠിപ്പിക്കും. അസൈൻമെന്റ് ഷീറ്റിൽ ഇനി പറയുന്ന ഘടകങ്ങളുണ്ട്. അസൈൻമെന്റ്, ലക്ഷ്യങ്ങൾ, നിർദ്ദേശങ്ങൾ, നടപടിക്രമം, ചോദ്യങ്ങൾ, പ്രദർശന പദ്ധതി. പ്രദർശനം ഒരു വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രക്രിയയോ സാങ്കേതികതയോ ആശയമോ കാണിക്കുന്ന ഒരു അധ്യാപന രീതിയെ സൂചിപ്പിക്കുന്നു. സാധാരണയായി പ്രായോഗികമോ ദൃശ്യമോ ആയ രീതിയിൽ എന്തെങ്കിലും ചെയ്യുന്നത് എങ്ങനെയെന്നോ ഒരു പ്രത്യേക തത്വം എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നുവെന്നോ ചിത്രീകരിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു ഹാൻഡ് ഓൺ അവതരണമോ പ്രദർശനമോ ഇതിൽ ഉൾപ്പെടുന്നു. പ്രകടനത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഇവ ഉൾപ്പെടുന്നു. 1.
വിഷ്വൽ ലേണിംഗ്. വാക്കാലുള്ള വിശദീകരണത്തിലൂടെ മാത്രം ഒരു ആശയം കൂടുതൽ ഫലപ്രദമായി മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിന് പ്രകടനങ്ങൾ പലപ്പോഴും വിഷ്വൽ എയ്ഡുകളോ പ്രോപ്പുകളോ യഥാർത്ഥ പ്രകടനമോ ഉപയോഗിക്കുന്നു. 2. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. പ്രകടനത്തിന്റെ സ്വഭാവമനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് സജീവമായി പങ്കെടുക്കാൻ അവസരം ലഭിച്ചേക്കാം. ഒന്നുകിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടോ ചുവടുകൾ സ്വയം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പ്രകടമാക്കിയ ആശയവുമായി ഇടപഴകുന്നതിലൂടെയോ നയിക്കാം. 3. സങ്കല്പങ്ങളുടെ വ്യക്തമായ ചിത്രീകരണം. ഒരു യഥാർത്ഥ ലോക ഉദാഹരണമോ പ്രയോഗമോ നൽകിക്കൊണ്ട് അമൂർത്തമോ സങ്കീർണമോ ആയ ആശയങ്ങൾ കൂടുതൽ മൂർച്ചയുള്ളതും മനസ്സിലാക്കാവുന്നതുമാക്കി മാറ്റാൻ പ്രകടനങ്ങൾ ലക്ഷ്യമിടുന്നു. 4. ഇടപഴകലും ഇടപെടലും. പ്രദർശിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിരീക്ഷിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും പങ്കെടുക്കാനും അനുവദിച്ചുകൊണ്ട് ഫലപ്രദമായ പ്രകടനങ്ങൾ വിദ്യാർത്ഥികളുടെ ഇടപഴകലിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ശാസ്ത്ര പരീക്ഷണങ്ങൾ, ലാബ് പ്രദർശനങ്ങൾ മുതൽ കലാപരമായ പ്രകടനങ്ങൾ, സാങ്കേതിക വൈദഗ്ധ്യ പ്രദർശനങ്ങൾ അല്ലെങ്കിൽ ട്രേഡുകളോ തൊഴിലധിഷ്ഠിത പരിശീലനമോ പോലുള്ള മേഖലകളിലെ പ്രായോഗിക പ്രയോഗങ്ങൾ വരെ പ്രകടനങ്ങൾക്ക് വിവിധ രൂപങ്ങൾ എടുക്കാം. വിഷയത്തെക്കുറിച്ചുള്ള ധാരണയും നിലനിർത്തലും വർദ്ധിപ്പിക്കുന്ന ദൃശ്യപരവും പലപ്പോഴും സംവേദനാത്മകവുമായ അനുഭവം നൽകിക്കൊണ്ട് പഠിതാക്കളെ ഇടപഴകുന്നതിൽ അവ വളരെ സഹായിക്കുന്നു. പരമ്പരാഗത പ്രഭാഷണങ്ങളോ വായനകളോ അനുബന്ധമായി നൽകുന്നതിന് അധ്യാപകർ തന്ത്രപരമായ പ്രകടനങ്ങൾ ഉപയോഗിക്കുന്നു. പഠന ലക്ഷ്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സൈദ്ധാന്തിക വിജ്ഞാനത്തെ യഥാർത്ഥ ലോക ആപ്ലിക്കേഷനുകളുമായി ബന്ധിപ്പിക്കുന്നതിനും ചലനാത്മകവും പ്രായോഗികവുമായ മാർഗം വാഗ്ദാനം ചെയ്യുന്നു. ഓപ്പറേഷൻ ഷീറ്റ്. ആവശ്യമായ ട്രേഡിനുള്ള കഴിവുകളുടെ ഘടകങ്ങൾ പഠിപ്പിക്കാൻ ഇൻസ്ട്രക്ടറെ സഹായിക്കുന്ന അടിസ്ഥാന നിർദ്ദേശ ഷീറ്റാണിത്. നൈപുണ്യ പ്രകടനം നടത്താൻ ഇത് ട്രെയിനിയെ പരിശോധിക്കുന്നു. നടപടിക്രമങ്ങൾ ക്രമപ്പെടുത്തുന്നത് ഏറ്റവും പ്രധാനമാണ്. പഠിതാക്കളെ ഓപ്പറേഷൻ ചെയ്യാനും അത് വിജയകരമായി പൂർത്തിയാക്കാനും പ്രാപ്തരാക്കുന്നു. ടൂളുകളുടെ ഉപയോഗത്തിലുള്ള നിർദ്ദേശം ട്രെയിനിക്ക് നൽകണം. ശരിയായ രീതിയിൽ മെറ്റീരിയലുകളും. ഈ ഷീറ്റ് എന്തെങ്കിലും പ്രത്യേക ജോലിയുടെ നിർമ്മാണത്തിന് വേണ്ടി എഴുതിയതല്ല, മറിച്ച് പ്രത്യേക പ്രവർത്തനം ആവശ്യമുള്ള മറ്റെന്തെങ്കിലും ജോലിയിൽ ഉപയോഗിക്കുന്നു. ഈ ഷീറ്റിന് ഫ്ലെക്സിബിൾ ആപ്ലിക്കേഷനുണ്ട്. ഓപ്പറേഷൻ ഷീറ്റിന്റെ തലക്കെട്ട് പ്രവർത്തനത്തിന്റെ പേരാണ്. പഠിതാക്കളുടെ ഉപയോഗത്തിനായി വൈദഗ്ധ്യം അനുകരിക്കുന്നതിനായി ഇൻസ്ട്രക്ടർ തയ്യാറാക്കിയതാണ് ഓപ്പറേഷൻ ഷീറ്റ്. ഇൻസ്ട്രക്ടറുടെ ഏറ്റവും കുറഞ്ഞ വ്യക്തിഗത ശ്രദ്ധയോടെ കഴിവുകൾ ശരിയായി പഠിക്കുന്നതിനുള്ള ശരിയായ ശീലങ്ങൾ രൂപപ്പെടുത്താൻ ഇത് സഹായിക്കുന്നു. താഴെ പറയുന്നവയാണ് ഓപ്പറേഷൻ ഷീറ്റിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. സ്കിൽ, വൈദഗ്ധ്യം, പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ നൈപുണ്യത്തിന്റെ പേര്. ഇത് പ്രകടനത്തിന് തുല്യമായിരിക്കും. ഇത് ജോലി ലഭിക്കുന്നതിനനുസരിച്ച് സിലബസ് എക്സ്ട്രാക്റ്റിനെ പരാമർശിച്ച് ടാസ്ക് വിശകലനം ചെയ്യുന്നു. ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ. ഒരു ഓപ്പറേഷൻ ഷീറ്റ് എന്ന നിലയിൽ ഇതൊരു പ്രത്യേക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പൊതുവെ ഒരു ലക്ഷ്യം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി പറയുന്ന പരിശീലനം കേന്ദ്രീകൃത ലക്ഷ്യങ്ങൾക്കായുള്ള രേഖാമൂലമുള്ള ഓപ്പറേഷൻ അടിസ്ഥാനമാക്കി മുൻ അധ്യായത്തിൽ നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും. ടൂളുകളും മറ്റുപകരണങ്ങളും, മെറ്റീരിയലുകളും മറ്റ് ആവശ്യകതകളും ആവശ്യമായ പ്രത്യേക ടൂളുകളും മറ്റുപകരണങ്ങളും നൽകുന്നു. വൈദഗ്ധ്യം നിർവഹിക്കുന്നതിനുള്ള സൂക്ഷ്മമായ വിശദാംശങ്ങൾക്ക് അനുചിതമായ തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ ഉപകരണങ്ങളുടെ അല്ലെങ്കിൽ കൃത്യമായ ശ്രേണി പ്രസ്താവിച്ചിരിക്കണം. ഒരു പ്രത്യേക സഹിഷ്ണുത അല്ലെങ്കിൽ നിർദ്ദിഷ്ട പ്രവർത്തന രീതി ഉണ്ടെങ്കിൽ അതിനായി ആവശ്യമായ ഉപകരണം എഴുതുക. മെറ്റീരിയലിന്റെ തരം, ആകൃതി, വലിപ്പം മുതലായവ പരാമർശിക്കുക. അതുവഴി ട്രെയിനിക്ക് അത് ശരിയായി തിരഞ്ഞെടുക്കാനാകും. അവ്യക്തമായ വാക്കുകൾ ഒരിക്കലും പറയരുത്. മെറ്റീരിയലുകളുടെ ശരിയായ പ്രസ്താവന പഠിതാവിനെയും പരിശീലകനെയും കൃത്യമാക്കാനും മികച്ച ജോലി വികസിപ്പിക്കാനും സഹായിക്കുന്നു. ഇൻട്രൊഡക്ഷൻ, ആമുഖം. വൈദഗ്ധ്യം പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തന പ്രയോജനത്തെ സംബന്ധിച്ച് ഇതൊരു ഹ്രസ്വ നിർദ്ദേശം നൽകുന്നു. നൈപുണ്യത്തിന്റെ ഈ ഘടകം പഠിക്കുന്ന രീതി പഠിതാവിനെ ഒരു നല്ല ശില്പിയാക്കുന്നു. വൈദഗ്ധ്യം പഠിക്കുന്നതിന്റെ ഉദ്ദേശം പഠിതാക്കൾക്ക്, പരിശീലകർക്ക് വ്യക്തമാക്കണം. പ്രൊസീജിയർ, നടപടിക്രമങ്ങൾ നൽകുമ്പോൾ നേരിട്ടുള്ളതും ലളിതവുമായ വാക്യങ്ങൾ പരാമർശിക്കുക. പഠിതാവ് ചെയ്യേണ്ട ഒരു ക്രമത്തിൽ ഘട്ടം ഘട്ടമായുള്ള പ്രവർത്തനം തുടർച്ചയായി അക്കമിട്ടിരിക്കുന്നു. സേഫ്റ്റി ഹാബിറ്റ്സ്, സുരക്ഷാശീലങ്ങൾ. വ്യക്തിക്കും ഉപകരണങ്ങൾക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കേണ്ടതുണ്ട്. ഡ്രില്ലിംഗിന് മുമ്പുള്ള ആഴത്തിലുള്ള മുറിവ് നൽകരുത്. മാർക്ക്, പഞ്ച് എന്നിവ നൽകരുത്.
കണ്ണട ഉപയോഗിച്ച് കോൾ ഇൻസ്ട്രക്ടർ നൽകണം. ഉപകരണങ്ങൾ മൂർച്ചയുള്ള പ്രത്യേക ആവശ്യകതകൾക്കനുസൃതമായി സൂക്ഷിക്കണം. തുടങ്ങിയ വാക്കുകൾ വ്യക്തമായി വിശദീകരിക്കണം. ഡെവലപ്പ് ചെയ്യാനായി ഒരു ലളിതമായ ഓപ്പറേഷൻ ഷീറ്റ് നൽകിയിരിക്കുന്നു. ജോബ് ഷീറ്റ്. ജോബ് ഷീറ്റ് ഒരു പ്രത്യേക ജോലിയുടെ മൊത്തത്തിലുള്ള പ്ലാൻ നൽകുന്നു. അത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്നു. എന്താണ് ചെയ്യേണ്ടതെന്നും അത് എങ്ങനെ ചെയ്യണമെന്നും ഇത് കാണിക്കുന്നു. ഡെമോൺസ്ട്രേഷൻ പ്ലാനിനെ അടിസ്ഥാനമാക്കി ഒരു ഇൻസ്ട്രക്ടർ ഇത് തയ്യാറാക്കണം. ജോലിയും ജോലിയുടെ ആസൂത്രണവും വിശകലനം ചെയ്യുന്നതിനായി ജോബ് ഷീറ്റുകൾ തയ്യാറാക്കാൻ ട്രെയിനികളോട് ആവശ്യപ്പെടണം. പിന്തുടരേണ്ട സുരക്ഷാ തൊഴിൽ ശീലങ്ങളും ജോബ് ഷീറ്റിൽ ഉൾപ്പെടുത്തണം. ജോബ് ഷീറ്റ് ഓപ്പറേഷൻ ഷീറ്റിന് സമാനമാണ്. ജോബ് ഷീറ്റും ഓപ്പറേഷൻ ഷീറ്റും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ജോബ് ഷീറ്റ് ഒരു തുടർച്ചയായ ക്രമത്തിൽ ആവശ്യമായ നിരവധി കഴിവുകൾക്കുള്ള നടപടിക്രമം നൽകുന്നു. അതേസമയം ഓപ്പറേഷൻ ഷീറ്റ് ഒരു പ്രത്യേക ശ്രേണിയിൽ ഒരു വൈദഗ്ധ്യം ചെയ്യുന്നതിനുള്ള നടപടിക്രമം നൽകുന്നു. അവയിൽ ജോലിശീലങ്ങൾ ഉൾപ്പെടുന്നു. ഓരോ ഓപ്പറേഷന്റെയും നടപടിക്രമങ്ങൾ ഓപ്പറേഷൻ ഷീറ്റിലും ജോബ് ഷീറ്റിലും നൽകിയിട്ടുണ്ട്. പ്രാരംഭ സാമഗ്രികൾ തയ്യാറാക്കുന്നതിന് ഇത് പഠിതാവിന് സഹായം നൽകും. പാഠ്യപദ്ധതി വിശദീകരിക്കൽ. ഇൻഫർമേഷൻ ഷീറ്റും അതിന്റെ സവിശേഷതകളും ഘടകങ്ങളും. ഇൻഫർമേഷൻ ഷീറ്റിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വിശദീകരിക്കുക. അസൈൻമെന്റ് ഷീറ്റ് വിശദീകരിക്കുക. ഡെമോൺസ്ട്രേഷൻ പ്ലാൻ വിശദീകരിക്കുക. ഓപ്പറേഷൻ ഷീറ്റും ജോബ് ഷീറ്റും വിശദീകരിക്കുകയും അവയുടെ ഘടകങ്ങൾ പറയുകയും ചെയ്യുക. ഇൻഫർമേഷൻ ഷീറ്റിന്റെ സവിശേഷതകൾ, ഗുണങ്ങൾ എന്നിവ വിശദീകരിക്കുക. ദോഷങ്ങളും. വിദ്യാഭ്യാസത്തിലെ രേഖാമൂലമുള്ള പ്രബോധന സാമഗ്രികളുടെ ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു പുതിയ ആശയം കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കും.